മാതാ സീതയുടെ ജനനത്തെക്കുറിച്ച് പ്രധാനമായും 3 കഥകളാണ് നിലവിലുള്ളത്. ആദ്യത്തേത് ഇങ്ങനെയാണ്. ഒരിക്കൽ രാക്ഷസ രാജാവായ രാവണൻ താൻ കീഴടക്കിയ സന്യാസിമാരുടെ രക്തം ശേഖരിച്ച് ഒരു സ്വർണ്ണ കുടത്തിൽ നിറച്ചു. അതിനുശേഷം രാവണൻ ആ കുടം തന്റെ പ്രിയപ്പെട്ട പത്നിയായ മണ്ഡോദരിയെ ഏൽപ്പിച്ച് അത് ഭദ്രമായി സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഈ രക്തം തനിക്കൊരു വിശിഷ്ട ലായനിയാണെന്നും അത് ആരും കുടിക്കരുതെന്നും അദ്ദേഹം അവളോട് പ്രത്യേകം പറഞ്ഞു. ഒരു രാത്രിയിൽ രാവണൻ കൊട്ടാരത്തിൽ ഇല്ലായിരുന്നപ്പോൾ മണ്ഡോദരിക്ക് അതിയായ ദാഹം തോന്നി. ഉറക്കത്തിൽ അവൾ എഴുന്നേറ്റ് അത് വെള്ളമാണെന്ന് കരുതി ആ സ്വർണ്ണ കുടത്തിലെ ദ്രാവകം മുഴുവൻ കുടിച്ചു. പിറ്റേ ദിവസം രാവിലെ കുടത്തിലെ ദ്രാവകം രക്തമാണെന്ന് മനസ്സിലാക്കി അവൾ ഞെട്ടിപ്പോയി. അത് സന്യാസിമാരുടെ രക്തമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഗർഭമുണ്ടായി. ഗർഭത്തിൽ ഒരു ദിവ്യ ശിശുവാണെന്ന് മനസ്സിലാക്കിയ മണ്ഡോദരി ഭയന്നു. രാവണന്റെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടാൽ ഗർഭം അലസിപ്പോകുമെന്ന് ഒരു വിശ്വാസമുണ്ടായിരുന്നു. അത് മുതലെടുത്ത് തന്റെ ഗർഭം അലസിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. ഒരു ദിവസം മണ്ഡോദരി രാവണനോട് തന്റെ ശക്തി കാണിക്കാൻ ആവശ്യപ്പെട്ടു. എന്റെ പ്രിയനാഥ, താങ്കളുടെ ശക്തിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങ് അലറുമ്പോൾ മലകൾ പോലും കുലുങ്ങുമത്രേ. ആ ശക്തിയെ ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ എന്ന് അവൾ ചോദിച്ചു. അത് കേട്ട് അഭിമാനിതനായ രാവണൻ ഒരു മലയുടെ മുകളിൽ കയറി അതിശക്തമായി അലറി. ആ അലർച്ച കാരണം മണ്ഡോദരിയുടെ ഗർഭത്തിൽ നിന്ന് ഭ്രൂണം പുറത്തേക്ക് പോയി. ഭയന്നുപോയ മണ്ഡോദരി ആ ഭ്രൂണം എടുത്ത് ആ സ്വർണ്ണക്കുടത്തിൽ തിരികെ വെച്ചടച്ചു. തുടർന്ന് കുറെ നാളുകൾക്ക് ശേഷം രാവണൻ തിരികെ വന്നപ്പോൾ താൻ കുടം സുരക്ഷിതമായി സൂക്ഷിച്ചുവെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ രാവണൻ ആ കുടം ഒരു പെട്ടിയിലാക്കി ജനക മഹാരാജാവിന്റെ രാജ്യത്തെ ഒരു വയലിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതിനുശേഷം ജനക മഹാരാജാവിന് ഒരു ദിവ്യ സ്വപ്നമുണ്ടായി. ഒരു സ്വർണ്ണ കലപ്പ കൊണ്ട് നിലം ഉഴുതുമറിക്കുമ്പോൾ ഒരു പുണ്യവസ്തു കണ്ടെത്തുമെന്ന്. അങ്ങനെ ഇരിക്കെ മിഥിലയിൽ ഒരു നീണ്ട വരൾച്ചയുണ്ടായി. ദുഃഖിതനായ രാജാവ് ജനകൻ നഗരവാസികളോടൊപ്പം ഒരു വയലിലെത്തി ഒരു സ്വർണ്ണ കലപ്പ കൊണ്ട് നിലം ഉഴുതുമറിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയം അദ്ദേഹത്തിന് വയലിൽ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടുകയുണ്ടായി. അങ്ങനെ ജനക മഹാരാജാവ് അവളെ വളർത്തിയതുകൊണ്ട് അവൾക്ക് ജാനകി നന്ദിനി എന്ന് പേര് ലഭിച്ചു. മാതാ സീതയുടെ ജനനവുമായി ബന്ധപ്പെട്ട അടുത്ത 2 കഥകളുണ്ട്. ഒന്ന് നിഗൂഢതകൾ നിറഞ്ഞ കഥയാണ്. മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ സാധാരണയായി കേൾക്കാറുള്ള ഒരു നാടോടി കഥയാണ്. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് മാതാ സീത എന്ന് ടൈപ്പ് ചെയ്യുക. ജയ് ശ്രീറാം, ജയ് സിയാറാം.